ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 104-ാമത്തെ സൂറത്തും 30-ാം ജുസുയിൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 27-ാമത്തെ സൂറത്തുമായ സൂറത്തുൽ ഹുമസയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഹുമസ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. കുത്തുവാക്ക് പറയുന്നവർ, അവഹേളിക്കുന്നവർ, പരദൂഷണം പറയുന്നവർ, പരിഹസിക്കുന്നവർ, അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട്. ഈ സൂറത്ത് മക്കിയ ആണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ ആകെ 9 ആയത്തുകളാണുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 9 ആയത്തുകൾ മാത്രമുള്ള ഈ ഒരു സൂറത്ത് മാത്രമേ ഉള്ളൂ. ഈ സൂറത്തിൻ്റെ തുടക്കം വൈലുൻ എന്ന പദം കൊണ്ടാണ്. ഈ സൂറത്തിന് പുറമെ മറ്റൊരു സൂറത്ത് കൂടെ ഇതേപോലെ തുടങ്ങുന്നുണ്ട്. അത് സൂറത്തുൽ മുത്തഫിഫീനാണ്. അതിൻ്റെയും തുടക്കം വൈലുൻ എന്ന പദം കൊണ്ടാണ്. പാരായണം ചെയ്യുന്ന സമയത്ത് ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തുകളുടെയും അവസാനം ഒരേ ഉച്ചാരണത്തിലാണ്. ഹ് എന്നുള്ള ഹ എന്ന് സുക്കൂനിട്ട ഉച്ചാരണമാണ് വരിക. നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ പരിചയപ്പെടാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലസീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുൻബസന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. സൂറത്തിൻ്റെ ആദ്യ ആയത്തിൽ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്നാണ്. വൈലുൻ എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് ഒരർത്ഥം. നരകത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലം എന്ന അർത്ഥമുണ്ട്. അതായത് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം വമിക്കുന്ന ദ്രാവകമൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥലം, വളരെ മോശപ്പെട്ട ഒരു സ്ഥലം എന്ന അർത്ഥവും അതിനുണ്ട്. രണ്ടർത്ഥവും ഇവിടെ യോജിക്കും. വൈലുൻ നാശം എന്നർത്ഥം കൊടുക്കാം. ലി കുല്ലി, കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാം, ലി കുല്ലി എല്ലാവർക്കും. ഹുമസത്തിൽ ലുമസ, ഹുമസ എന്നുള്ളത് ഹമസ എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ഹമസ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുറവുകൾ പറഞ്ഞു നടന്നു എന്നാണ് ഹമസ. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളെ ഹാമിസ് എന്നാണ് പറയാം. മറ്റൊരാളുടെ കുറവുകളൊക്കെ പറഞ്ഞു നടക്കുന്നവൻ എന്നാണ് ഹാമിസ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഹാമിസ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്, ജംആണ് ഹുമസ എന്ന്. അങ്ങനെ പറഞ്ഞു നടക്കുന്നവർ, അതായത് കുത്തുവാക്ക് പറയുന്നവർ, അല്ലെങ്കിൽ അവഹേളിക്കുന്നവർ, പരിഹസിക്കുന്നവർ, പരദൂഷണം പറയുന്നവർ, അങ്ങനെ പല അർത്ഥങ്ങളും അതിന് കൊടുക്കാം. ലുമസ, ലമസ എന്ന പദത്തിൽ നിന്നാണ് ലുമസ എന്നുണ്ടായത്. നേരത്തെ ഹമസ പറഞ്ഞ പോലെ ലമസ എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ പറഞ്ഞു എന്നാണ്. ലാമിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവൻ, അതായത് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ പറയുന്നവൻ. അതിൻ്റെ ബഹുവചനമാണ് ലുമസ, അങ്ങനെ പറയുന്നവർ, കുറേ പേർക്ക്. ശരിക്ക് ഈ ഹുമസ ലുമസ ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥങ്ങൾ ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഹുമസ എന്നുള്ളതിന് കൊടുത്ത അർത്ഥം മറ്റു ചിലർ ലുമസ എന്നുള്ളതിന് കൊടുത്തിട്ടുണ്ട്. ചിലർ ലുമസക്ക് കൊടുത്ത അർത്ഥം ഹുമസക്ക് മറ്റു ചിലർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ രണ്ടും വന്നതോടുകൂടെ രണ്ടിനെയും കൂടെ ചേർത്ത് അവഹേളിക്കുന്നവരും കുത്തുവാക്ക് പറയുന്നവർ എന്നോ, അല്ലെങ്കിൽ പരിഹസിക്കുന്നവരും പരദൂഷണം പറയുന്നവർ എന്നോ അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം. എന്നാൽ ചില ഭാഷാ പണ്ഡിതന്മാർ ഈ രണ്ട് പദങ്ങളെയും ഭംഗിയായി വേർതിരിച്ചിട്ടുണ്ട്. ഹുമസ എന്നാൽ ഒരാളുടെ പിന്നിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് വേദനിപ്പിക്കുന്നവർ. ലുമസ എന്നാൽ ഒരാളുടെ മുന്നിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് വേദനിപ്പിക്കുന്നവർ. പിന്നിൽ നിന്ന് പറഞ്ഞ് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പിന്നിൽ പോയി നിന്നിട്ട് പറഞ്ഞ് വേദനിപ്പിക്കുക എന്നല്ല. അദ്ദേഹം അറിയാതെ, അദ്ദേഹം കേൾക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുക, അതാണ് പിന്നിൽ നിന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നിൽ നിന്ന് പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പറയുക, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഒരാൾ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ രണ്ട് കൂട്ടരെയും ഇതിനകത്ത് പെട്ടു, ഹുമസയിലും ലുമസയിലും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നവർക്കും തെറ്റായ, മോശമായ, ചീത്തയായ വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നവർക്കും നാശം, അങ്ങനെയുള്ള എല്ലാവർക്കും നാശം.
അടുത്ത ആയത്ത് അല്ലസീ ജമഅ മാലൻ വഅദ്ദദഹു. അല്ലസീ ജമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നാണ്. അല്ലസീ എന്ന് ചേരുമ്പോൾ അങ്ങനെയുള്ളവനായ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ, അങ്ങനെയൊക്കെയാണ് അർത്ഥം കിട്ടുക. ഏകവചനത്തിൻ്റെ കൂടെയാണ് സാധാരണ അല്ലസീ ചേർക്കുക. അപ്പോൾ അല്ലസീ ജമഅ ഒരുമിച്ച് കൂട്ടിയവൻ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിയതായ, അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം. എന്താണ് ഒരുമിച്ച് കൂട്ടിയത്? മാലൻ, ധനത്തെ, സമ്പത്തിനെ. അദ്ദദഹു, അദ്ദദ എന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കി എന്നാണ്. ഇദ്ദ നമ്മൾ പറയാറില്ലേ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദ ആചരിക്കണം, അല്ലെങ്കിൽ വിവാഹമോചനം ആയിക്കഴിഞ്ഞാൽ ഇദ്ദ ആചരിക്കണം എന്നൊക്കെ. ഇദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നാണ്. അദ്ദദ എന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കി. അദ്ദദ എണ്ണിക്കണക്കാക്കുകയും ചെയ്തു. ഹു അതിനെ, അദ്ദദഹു അതിനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്തു. ഏതിനെ? ആ ധനത്തെ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം അല്ലദീ ജമഅ മാലൻ അദ്ദദഹു, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അതിനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്തവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് നാശം. തൊട്ട് മുമ്പത്തെ ആയത്തിലേക്കാണ് അത് പോകുന്നത്. മറ്റൊരാളെ കുത്തിപ്പറയുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന, ധനം ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണിക്കണക്കാക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരക്കാർക്ക് നാശം. യഹ്സബു അന്ന മാലഹു അഖ്ലദഹു. യഹ്സബു, ഹസിബ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, ചിന്തിച്ചു, കണക്കാക്കി എന്നൊക്കെയാണ്. അതിൻ്റെ മുദാരിയാണ് യഹ്സബു, കണക്കാക്കുന്നു, വിചാരിക്കുന്നു, ചിന്തിക്കുന്നു. ശരിക്കും ഒരു മനുഷ്യൻ്റെ തെറ്റായ വിചാരത്തെ സൂചിപ്പിക്കാനാണ് പൊതുവേ ഈ പദം ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന്, വെറുതെ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, ആ സ്ഥലത്ത് ഈ പദമാണ് ഉപയോഗിക്കുക, യഹ്സബു എന്നുള്ളത്. അതായത് വെറുതെ സ്വർഗത്തിൽ ഒരിക്കലും പോവില്ല, അതൊരു മനുഷ്യൻ്റെ തെറ്റായ വിചാരമാണ്. അങ്ങനെ അവൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ യഹ്സബു എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതൊരു തെറ്റായ വിചാരമാണ്. അതേപോലെ ഈ ആയത്തിൽ യഹ്സബു എന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ പറയുന്ന കാര്യം മനുഷ്യൻ്റെ തെറ്റായ വിചാരമാണ്. യഹ്സബു അവൻ വിചാരിക്കുന്നു, അവൻ കരുതുന്നു. ഹസിബ എന്ന് പറഞ്ഞാൽ കരുതി, വിചാരിച്ചു, കണക്കാക്കി. യഹ്സബു വിചാരിക്കും, വിചാരിക്കുന്നു, അല്ലെങ്കിൽ കണക്കാക്കും, കണക്കാക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കും, ചിന്തിക്കുന്നു, കരുതും, കരുതുന്നു. എന്താണ് അവൻ കരുതുന്നത്? അന്ന, നിശ്ചയമായും, തീർച്ചയായും. ഈ അന്ന, ഇന്ന എന്നുള്ളതിനൊക്കെ ഒരേ അർത്ഥമാണ്. പൊതുവേ ഇന്ന എന്നുള്ളത് ഒരു വാചകത്തിൻ്റെ തുടക്കത്തിലും വരാം, ഇടയിലും വരാം. പക്ഷേ അന്ന എന്നുള്ളത് വാചകത്തിൻ്റെ ഇടയിൽ മാത്രമാണ് പൊതുവേ വരാറുള്ളത്. അപ്പോൾ അന്ന, നിശ്ചയമായും, തീർച്ചയായും. മാലഹു, മാല് ധനം, സ്വത്ത്. മാലഹു അവൻ്റെ ധനം. അഹ്ലദഹു, അഹ്ലദ എന്ന് പറഞ്ഞാൽ ശാശ്വതനാക്കി എന്നാണ്. ഖാലിദീന ഫീഹ എന്നുള്ളതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ എപ്പോഴും. ഖലദ എന്ന് പറഞ്ഞാൽ ശാശ്വതനായി എന്നാണ്. അഹ്ലദ ശാശ്വതനാക്കി. അഹ്ലദഹു അവനെ ശാശ്വതനാക്കി, അല്ലെങ്കിൽ അതിനെ ശാശ്വതനാക്കി എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യഹ്സബു അന്ന മാലഹു അഹ്ലദഹു, അവൻ വിചാരിക്കുന്നു തീർച്ചയായും അവൻ്റെ ധനം അവനെ ശാശ്വതനാക്കുമെന്ന്. അടുത്ത ആയത്ത് കെല്ല ലയുംബദന്ന ഫിൽ ഹുത്തമ. കെല്ല അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, കാര്യം അങ്ങനെയല്ല, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ കെല്ല കാര്യം അങ്ങനെയല്ല. ലയുംബദന്ന, ലയുംബദന്ന എന്നുള്ളത് ശരിക്ക് തുടക്കത്തിലൊരു ലാമുണ്ട്, അത് വേറെ തന്നെയാണ്. പിന്നെ യുംബദ എന്നൊരു പദമുണ്ട്, അവസാനം ഒരു ഷദ്ദുള്ള നൂനുണ്ട്. ഇത് മൂന്നാണ്. നബദ എന്ന് പറഞ്ഞാൽ ഇട്ടു അല്ലെങ്കിൽ എറിഞ്ഞു എന്നൊക്കെയാണ് നബദ. നുബിസ എന്ന് പറഞ്ഞാൽ എറിയപ്പെട്ടു എന്നാണ്, മജ്ഹൂൽ രൂപമാണ്. ഈ എറിയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരാണ് എറിഞ്ഞത് എന്ന് പറയേണ്ടതില്ല. ആ നുബിസയുടെ മുളാരി രൂപമാണ് യുംബദു. യുംബദു എന്ന് പറഞ്ഞാൽ എറിയപ്പെടും, അല്ലെങ്കിൽ എറിയപ്പെടുന്നു. യുംബദു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഷദ്ദുള്ള നൂന് ചേർക്കുന്നത് തൗക്കീദിന് വേണ്ടിയിട്ടാണ്, തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ യുംബദു എന്നുള്ളത് യുംബദ എന്നായി മാറും. യുംബദന്ന തീർച്ചയായും എറിയപ്പെടും. അതിന് തുടക്കത്തിലൊരു ലാമുണ്ട്, അതും തൗക്കീദിന് വേണ്ടിയിട്ടാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ തന്നെ എന്നുള്ള അർത്ഥം കിട്ടാൻ. അപ്പോൾ ല യുംബദന്ന തീർച്ചയായും എറിയപ്പെടുക തന്നെ ചെയ്യും. എവിടെ? ഫിൽ ഹുത്തമത്തി. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഹുത്തമ, ഹുത്തമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹത്തമ എന്ന് പറഞ്ഞാൽ ഇടിച്ചുടച്ചു, പൊടിച്ചു തകർത്തു എന്നൊക്കെയാണ്. ശരിക്കും നരകത്തിൻ്റെ ഒരു പേരാണത്, അതിൻ്റെ ഗുണവിശേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ്. നരകം അതിലേക്ക് ചെല്ലുന്ന എല്ലാം ഇടിച്ചുടക്കുമല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് നരകം എന്നൊരർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ ഹുത്തമ എന്ന് തന്നെ അർത്ഥം കൊടുക്കാം. ഫിൽ ഹുത്തമ, ഹുത്തമയിൽ.
ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം കെല്ല ലയുംബദന്ന ഫിൽ ഹുത്തമ, കാര്യം അങ്ങനെയല്ല, തീർച്ചയായും അവൻ നരകത്തിൽ എറിയപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവൻ ഹുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. അടുത്ത ആയത്ത് വമാ അദ്റാക മൽ ഹുത്തമ, അള്ളാഹു തന്നെ പറഞ്ഞു തരികയാണ് എന്താണ് ഹുത്തമ എന്ന്. വമാ അദ്റാക, ദറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്, അദ്റ എന്ന് പറഞ്ഞാൽ അറിയിച്ചു എന്നാണ്. അദ്റാക നിന്നെ അറിയിച്ചു, അതിൻ്റെ തുടക്കത്തിൽ മാ എന്നുണ്ട്. മാ അദ്റാക എന്താണ് നിന്നെ അറിയിച്ചത്. വമാ അദ്റാക തുടക്കത്തിലുള്ള വാവിന് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. എന്താണ് നിന്നെ അറിയിച്ചത് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തറിയാം എന്ന് എളുപ്പത്തിൽ നമുക്ക് അർത്ഥം കൊടുക്കാം. മൽ ഹുത്തമ, മാ എന്ന് പറഞ്ഞാൽ എന്ത്, അൽ ഹുത്തമ ഹുത്തമ. അപ്പോൾ ഹുത്തമ എന്താണെന്ന് നിനക്ക് എന്തറിയാം, അല്ലെങ്കിൽ ഹുത്തമ എന്താണെന്ന് നിന്നെ എന്താണ് അറിയിച്ചത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, എന്താണ് ഹുത്തമ എന്ന് നിനക്ക് എന്തറിയാം. അടുത്ത ആയത്ത് നാറുല്ലാഹിൽ മൂക്കത, നാറുല്ലാ, നാർ എന്ന് പറഞ്ഞാൽ തീ, നാറുല്ലാഹി അള്ളാഹുവിൻ്റെ തീ, അൽ മൂക്കദത്ത് ഔക്കദ എന്ന് പറഞ്ഞാൽ കത്തിച്ചു എന്നാണ്, വഖൂദ് എന്ന് പറഞ്ഞാൽ ഇന്ധനം, മൂക്കദത്ത് എന്ന് പറഞ്ഞാൽ കത്തിക്കപ്പെട്ടത്. അപ്പോൾ നാറുല്ലാഹിൽ മൂക്കദ കത്തിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ തീയാണ് അത്. അപ്പോൾ എന്താണ് ഹുത്തമ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത ആയത്തിൽ അല്ലത്തി തത്തലിയോ അലൽ അഫ്ഇദ, ആ നാറിനെ കുറിച്ച് വീണ്ടും പറയാണ്. അല്ലത്തി തത്തലിയോ, ഇത്തല എന്ന് പറഞ്ഞാൽ എത്തി നോക്കി, കയറിച്ചെന്നു, വേഗത്തിൽ എത്തി എന്നൊക്കെ അർത്ഥമുണ്ട്. അതിൻ്റെ മുതാരിയാണ് എത്തലിയോ തത്തലിയോ എന്നൊക്കെ. ഇവിടെ നാറിനെക്കുറിച്ച് പറഞ്ഞതായതുകൊണ്ട്, അല്ലെങ്കിൽ ഹുത്തമയെക്കുറിച്ച് പറഞ്ഞതായതുകൊണ്ട് സ്ത്രീലിംഗ രൂപത്തിൽ പറയണം, അതുകൊണ്ടാണ് തത്തലിയോ ഉപയോഗിച്ചത്. അതിൻ്റെ മുമ്പിൽ അല്ലസി എന്നല്ല അല്ലത്തി എന്ന് ചേർക്കും വേണം, സ്ത്രീലിംഗ ആയതുകൊണ്ട്. അപ്പോൾ അല്ലത്തി തത്തലിയോ എന്ന് പറഞ്ഞാൽ എത്തി നോക്കുന്നതായ, കയറി ചെല്ലുന്നതായ, വേഗത്തിൽ എത്തുന്നതായ. അലൽ അഫ്ഇദ, എവിടേക്കാണത് വേഗത്തിലെത്തുക, എവിടേക്കാണത് കയറി ചെല്ലുക, അലൽ അഫ്ഇദ. അല എന്ന് പറഞ്ഞാൽ മേൽ, അഫ്ഇദ എന്നുള്ളത് ഫുആദ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ഫുആദ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഹൃദയം എന്ന അർത്ഥം കൊടുക്കാം. ശരിക്ക് കൽബും ഫുആദും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയാറുള്ളത്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അവയവം ഉണ്ടല്ലോ, ഇപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ആ ഒരു അവയവമാണ് കൽബ്. എന്നാൽ ഫുആദിനെ കാണാൻ പറ്റില്ല, അത് ഒരു ബോധ മനസ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ബോധ മനസ്സിനെ, അതും ഹൃദയം തന്നെയാണ്, പക്ഷേ ആ കൽബിൻ്റെ ഒരു ബോധ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ബോധ മനസ്സിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ ഒരു പദം കൊണ്ടുവന്നതെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അല എന്ന് പറഞ്ഞാൽ മേൽ, അലൽ അഫ്ഇദത്തി ഹൃദയങ്ങളുടെ മേൽ, അല്ലത്തി തത്തലിയോ അലൽ അഫ്ഇദ ഹൃദയങ്ങളുടെ മേൽ കയറി ചെല്ലുന്നതായ, അങ്ങനെയുള്ളതായ ആ ഒരു തീ എന്നർത്ഥം. അടുത്ത ആയത്ത് ഇന്നഹ അലൈഹി മുസ്വദ, ഇന്നഹ ഇന്ന തീർച്ചയായും, ഹാ അത്, ഇന്നഹ തീർച്ചയായും അത്, നിശ്ചയമായും അത്, അലൈഹിം അല എന്നുള്ളതിൻ്റെ കൂടെ ഹും എന്ന് ചേർന്നപ്പോഴാണ് അലൈഹിം എന്നായത്, അവരുടെ മേൽ എന്നർത്ഥം. അല എന്ന് പറഞ്ഞാൽ മേൽ, ഹും എന്ന് പറഞ്ഞാൽ അവർ, അലൈഹിം അവരുടെ മേൽ. ഇന്നഹ അലൈഹിം തീർച്ചയായും അത് അവരുടെ മേൽ, മുസ്വദത്തുൻ അസ്വദ അല്ലെങ്കിൽ ആസ്വദ എന്നൊക്കെ പറഞ്ഞാൽ അടച്ചു അല്ലെങ്കിൽ പൂട്ടി എന്നൊക്കെയാണ് അർത്ഥം. മുസ്വദത്തുൻ എന്ന് പറഞ്ഞാൽ അടച്ചു മൂടപ്പെട്ടത്. അപ്പോൾ ഇന്നഹ അലൈഹി മുസ്വദ തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടതാണ്, ആ ഒരു നരകത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് ഫി അമദിൻ മുമദ്ദദ, ഫി അമദിൻ, അമൂദ് അല്ലെങ്കിൽ അഴിമാദ് എന്നുള്ളതിൻ്റെയൊക്കെ ബഹുവചനമാണ് അമദ് എന്ന് പറഞ്ഞാൽ. അഴിമാദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമൂദ് എന്ന് പറഞ്ഞാൽ തൂണ്, അമദ് എന്ന് പറഞ്ഞാൽ തൂണുകൾ. ഫി അമദിൻ ചില തൂണുകളിന്മേൽ അല്ലെങ്കിൽ ചില തൂണുകളിൽ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. മുമദ്ദദ, മദ്ദ എന്ന് പറഞ്ഞാലും മദ്ദദ എന്ന് പറഞ്ഞാലും ഒക്കെ നീട്ടി എന്നാണ് അർത്ഥം, നാട്ടി അല്ലെങ്കിൽ നീട്ടി എന്നൊക്കെ പറയാം. മുമദ്ദദ എന്ന് പറയുമ്പോൾ നീട്ടപ്പെട്ടത്, നീട്ടിയുണ്ടാക്കപ്പെട്ടത് അല്ലെങ്കിൽ നാട്ടപ്പെട്ടത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വമ്പിച്ച എന്നൊക്കെ അർത്ഥമുണ്ട് അതിന്. ഫി അമദിൻ മുമദ്ദദ നീട്ടിയുണ്ടാക്കപ്പെട്ട ചില തൂണുകളിൽ. അപ്പോൾ ഇതാണ് ഈ 9 ആയത്തുകളുടെ പദങ്ങളുടെ അർത്ഥം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇവിടെ ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നത് മറ്റുള്ള ആളുകളെ പരിഹസിക്കുകയും പരദൂഷണം പറയുകയും കുത്തുവാക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്
വമ്പിച്ച നാശമുണ്ട് എന്നാണ്. ഇത് ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ ചില അഭിപ്രായങ്ങളുണ്ട്. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ഇത് വലീദ് ബിൻ മുഗീറ എന്ന ഖുറൈശികളുടെ നേതാവുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ഇത് ഉമയ്യത്ത് ബിൻ ഖലഫിനെ കുറിച്ച് പറഞ്ഞതാണ് എന്നാണ്. ഇനി അവരെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണെങ്കിൽ പോലും ഇതെല്ലാവർക്കും ബാധകമാണ്. കാരണം ആ ഒരു ആയത്തിൽ, ഒന്നാമത്തെ ആയത്തിൽ തന്നെ ലി കുല്ലി എന്ന് വന്നു. പരദൂഷണം പറയുകയും കുത്തുവാക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും എന്നാണ്, ലി കുല്ലി, എല്ലാവർക്കും. അപ്പോൾ അവർ മാത്രമല്ല, ഒരുപക്ഷെ ഈ ആയത്തുകൾ ഇറങ്ങുന്ന കാലത്ത്, ഈ ഒരു സൂറത്ത് ഇറങ്ങുന്ന കാലത്ത് അത് അവരെ ഉദ്ദേശിച്ചിറങ്ങിയതാണെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാവർക്കും അത് ബാധകമാണ് എന്നർത്ഥം. ശരി, അപ്പോൾ പരിഹസിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും അവരെ കേൾക്കാതെ കുറ്റം പറയുകയും കേട്ട് മുമ്പിൽ വെച്ചിട്ട് തന്നെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും നാശം. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. നോക്കൂ നിങ്ങൾ, ആളുകളെ കേൾക്കാതെ അവരെ പറ്റി പലതും പറയുമ്പോൾ അതിന് ഈ പറയുന്ന ആളുകൾ പറയുന്നൊരു ന്യായം എന്താണെന്നറിയോ? ഞാൻ ആ പറയുന്നത് സത്യം തന്നെയല്ലേ, ഞാൻ കളവൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഉള്ള കാര്യങ്ങൾ പറയുന്നതിനെയാണ് പരദൂഷണം പറയാമെന്ന് പറയാം. ഇല്ലാത്തത് പറയുമ്പോൾ അതിനെ കളവ് എന്നാണ് പറയാം. ഈ പറഞ്ഞ ഹുമസ ലുമസ എന്നൊക്കെ പറയുന്നതിൽ എല്ലാം പെട്ടു. അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ സംസാരവും അതിൽ പെട്ടു. അപ്പോൾ ഈ ഒരു സൂറത്തൊക്കെ പഠിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിയൂല. നമ്മൾ നോക്കണം, ഇന്ന് സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്ത ആളുകളെ പരിഹസിക്കുന്ന തരത്തിലാണ് പലരും പല കാര്യങ്ങളും പറയുന്നത്. മതത്തിൻ്റെ ആളുകൾ പോലും പലപ്പോഴും ഞങ്ങളുടെ സംഘടനയിൽ അല്ലാത്തത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്, എതിർ പാർട്ടിയിലുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളെ വളരെ മോശമായ രൂപത്തിൽ പരിഹസിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. എന്തിനാണ് പരിഹസിക്കുന്നത്? എന്തിനാണ് അവരുടെ പോരായ്മകൾ ആ തരത്തിൽ പറയുന്നത്? അവർ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ആ വിഷയത്തെ പരാമർശിക്കാം. ആ പറഞ്ഞ വിഷയം അങ്ങനെയല്ല, ഇസ്ലാമികപരമായിട്ട് അത് തെറ്റാണെന്ന് പറയാം. പക്ഷേ ആ വ്യക്തിയെ എന്തിനാണ് പരിഹസിക്കുന്നത്? ആ വ്യക്തിയെ എന്തിനാണ് കുത്തുവാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നത്? അള്ളാഹു അത്തരം ആളുകളെ വളരെയധികം രൂക്ഷമായ രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. അവർക്ക് വളരെ വലിയ നാശം. ഒരാളെയും ആ തരത്തിൽ ആക്ഷേപിക്കുവാനും ആ തരത്തിൽ അവരെ പരിഹസിക്കുവാനും ഒരു സത്യവിശ്വാസിക്ക് യാതൊരു കാരണവശാലും പാടുള്ളതല്ല. അതാരാണെങ്കിലും ശരി. ഇപ്പോൾ പലപ്പോഴും ഒരു മുസ്ലിമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശത്രു ഒരു മുസ്ലിമായിരിക്കും. കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ആദർശത്തിലുള്ള ആളല്ല മറുഭാഗത്ത് നിന്നുണ്ടെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാണ്. പരമാവധി അവരെ മോശമാക്കുന്ന തരത്തിൽ പരമാവധി ആളുകളിലേക്ക് അത് എത്തിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, പണ്ട് കാലങ്ങളിലൊക്കെ പരസ്പരം പറഞ്ഞിട്ടാണ് ഒരു വിഷയം മറ്റുള്ള ആളുകളിലേക്ക് എത്തുക. പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു കാര്യം മറ്റുള്ള ആളുകളിലേക്ക് എത്തും. പൊതുവേ ഇന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1024ഓളം ആളുകൾ ഒരു ഗ്രൂപ്പിൽ മാക്സിമം പറ്റും, പരമാവധി. ഇനിയിപ്പോൾ 1000 എന്ന് കൂട്ടുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടിയ ഒരു വാർത്ത, അത് മറ്റൊരാളെക്കുറിച്ച് മോശമാക്കി പറയുന്ന ഒരു വാർത്ത, മറ്റൊരാളെ പരിഹസിക്കുന്ന ഒരു വാർത്ത, ആ വാർത്ത അദ്ദേഹം ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. ആ ഗ്രൂപ്പിൽ ഉള്ള 1000 ആളുകളത് വായിച്ചു എന്ന് കൂട്ടുക, സങ്കല്പിക്കുക. അത് ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് വായിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് വായിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വായിച്ചേക്കാം. കാരണം 1000-ലധികം ആളുകളുണ്ടല്ലോ ആ ഗ്രൂപ്പിൽ. ഏതായാലും ആ ഗ്രൂപ്പിലുള്ള 1000 ആളുകളെങ്കിലും അത് വായിച്ചുവെങ്കിൽ, ഒരു പക്ഷേ ഒരു 2-3 സെക്കൻഡ് കൊണ്ടാണ് 1000 ആളുകൾ ഇത് വായിച്ചതെങ്കിൽ, ഈ മനുഷ്യൻ ഈ ഒരു തെറ്റായ കാര്യം, വളരെ അള്ളാഹുവിന് വെറുക്കപ്പെട്ടൊരു കാര്യം ഒരു 1-2 സെക്കൻഡുകൾ കൊണ്ട് ചെയ്തു, 1000 ആളുകളിലേക്ക് അത് എത്തിച്ചു. ഇനി ആ ആളുകൾ, ആ 1000 ആളുകളിൽ ഓരോ ആളും അത്, ആ കിട്ടിയ ന്യൂസ് അവരുടെ മറ്റ് ചില പുതിയ ഗ്രൂപ്പുകളിലേക്ക് അവരയച്ചു. ഓരോരുത്തരും 1000 ആളുകളുള്ള മറ്റ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു. 10 ലക്ഷം ആളുകളിലേക്ക് സെക്കൻഡുകൾ കൊണ്ടത് കിട്ടിയില്ലേ? 10 ലക്ഷം ആളുകളിലേക്ക്. ഇനി 10 ലക്ഷം ആളുകളിലുള്ള ഓരോ ആളുകളും അവരുടെ ഓരോ ഗ്രൂപ്പിലേക്ക്, പൊതുവേ നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രമല്ല അയക്കുക, പരമാവധി ഗ്രൂപ്പിലേക്കാണ് അയക്കുക. ഇനി ഒന്നെന്ന് കൂട്ടുക, ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചാൽ തന്നെ കോടിക്കണക്കിന് ആളുകളിലേക്ക് സെക്കൻഡ് സമയം കൊണ്ട് എത്തൂലേ ആ ന്യൂസ്. ആ ന്യൂസ് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുമോ?
ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മനസ്സിലൊരു വേദന തോന്നി, അത് ആ പോയ ന്യൂസിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏത് വാർത്തയാകട്ടെ, ആ വാർത്ത നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ്, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ്, അത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ മറ്റുള്ള ആളുകളെയോ ഒക്കെ പരിഹസിക്കുന്നതോ അവർക്ക് വേദന ഉണ്ടാക്കുന്നതോ ആണോ എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ടേ അയക്കാൻ പാടുള്ളൂ. ആളുകൾക്ക് പൊതുവേ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ അയക്കാം, പക്ഷെ അതും നമുക്കൊരു ഉറപ്പ് വേണം. പലപ്പോഴും ചില ചികിത്സകളെക്കുറിച്ചൊക്കെ ആളുകൾ ഇങ്ങനെ അയക്കും, അതൊന്നും ഒരു ഉറപ്പുള്ള കാര്യമായിരിക്കില്ല. ചില സാധുക്കൾ അത് കേട്ട് പോയി ആ ചികിത്സ നടത്തിയിട്ട് ചിലപ്പോൾ അവരുടെ ആരോഗ്യം തന്നെ നശിക്കുന്ന അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്തും ഒന്നും നോക്കാതെ മറ്റുള്ള ആളുകൾക്ക് ഫോർവേഡ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന ആ സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. അള്ളാഹു പറയാണ്, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. മറ്റുള്ള ആളുകളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും അവരെ ഇകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ നാശമുണ്ട്. ചില ആളുകൾ മറ്റുള്ള ആളുകളെ കേൾക്കാതെ മറ്റുള്ള ആളുകളോട് സംസാരിക്കും. അവർ കേൾക്കുകയല്ല സംസാരിക്കുക, പിറകിൽ നിന്ന് കുത്തുക എന്ന് പറയില്ലേ, പിന്നിൽ നിന്ന് കുത്തുക, ആ രൂപത്തിൽ സംസാരിക്കും. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, നേരെ അദ്ദേഹത്തോട് തന്നെ പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിരിക്കും പറയുന്നത്, അത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന രൂപത്തിലാണ് പറയുക. അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ നമ്മൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറയണം. നമ്മുടെ മനസ്സിലൊരു നല്ല ലക്ഷ്യം ഉണ്ടാവണം, അദ്ദേഹം ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കണം, അദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ്റെ അടുത്ത് നിന്നുള്ള ശിക്ഷ കിട്ടരുത്, അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കണം, സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറയണം. അതല്ലാതെ അദ്ദേഹത്തെ പരമാവധി വേദനിപ്പിച്ച് മോശമാക്കിയിട്ട് കുത്തിപ്പറഞ്ഞിട്ട് ആ രൂപത്തിലല്ല പറയേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പെട്ടു. ഇരട്ട പേര് വിളിക്കുന്നു ചില ആളുകൾ, മോശമായ പേരുകൾ വിളിക്കുന്നു മറ്റുള്ള ആളുകളെ, ഇതൊക്കെ ഇതിനകത്ത് പെട്ടു. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആയത്ത് തന്നെ നമുക്കൊരു ദിവസം മുഴുവനായിട്ട് സംസാരിക്കാനുള്ള വിഷയമുണ്ട്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. നോക്കൂ നിങ്ങൾ, ഈ ഒരു കാലത്ത് മിമിക്രി എന്നുള്ള പേരിൽ, കോമഡി ഷോ എന്നുള്ള പേരിലൊക്കെ രാഷ്ട്രീയ നേതാക്കളെ, മത നേതാക്കളെയൊക്കെ വളരെയധികം പരിഹസിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി, അതൊക്കെ ഒരു കലയായിട്ട് ആളുകൾ അംഗീകാരം കൊടുക്കുകയാണ്. അതൊരു കലയല്ലേ? പക്ഷേ ആ കല മറ്റൊരാൾക്ക് വേദനയില്ലാത്ത രൂപത്തിലല്ലേ അവതരിപ്പിക്കേണ്ടത്? അതല്ലാതെ മറ്റൊരാളുടെ പോരായ്മകൾ, അയാളുടെ കുറവുകൾ എടുത്തു കാണിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കുറവുകൾ മറ്റുള്ള പൊതുജന മധ്യത്തിൽ എടുത്തു കാണിച്ചിട്ടും അല്ലല്ലോ നമ്മൾ മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കേണ്ടതും ആ രൂപത്തിൽ കലകൾ അവതരിപ്പിക്കേണ്ടതും. ഏപ്രിൽ 1 എന്ന് പറയുന്നൊരു ദിവസം കളവ് പറയാൻ അനുവാദം കിട്ടിയ പോലെയാണ് പല ആളുകളും. ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഒരു വർഷത്തിലുള്ള ഏത് ദിവസവും സത്യവിശ്വാസിക്ക് ഒരേപോലെയാണ്. അല്ലാതെ ഏപ്രിൽ 1 ഒരു പ്രത്യേകമായ ഒരു സമ്മതം കിട്ടിയിട്ടൊന്നുമില്ല, അന്ന് കളവ് പറയാം. അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. അന്നത്തെ ദിവസം കളവ് പറഞ്ഞാൽ കുറ്റമില്ല എന്നൊക്കെ ആ രൂപത്തിലൊക്കെ ആളുകൾ വിശ്വസിച്ച് പോവുകയാണ്. ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരേപോലെയാണ് കണക്കാക്കേണ്ടത്. അതല്ലാതെ അന്നത്തെ ദിവസം പ്രത്യേകമായൊരു ഇളവൊന്നും അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. ഇവിടെ നമ്മൾ പേടിക്കേണ്ട ഒരവസ്ഥ, നാളെ പരലോകത്തെത്തുമ്പോൾ മനുഷ്യൻ പാപ്പരായി പോകുന്നൊരവസ്ഥയുണ്ട്. അതായത് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് കൂലിയൊക്കെ എനിക്കുണ്ട് നമ്മൾ വിശ്വസിച്ച് നമ്മൾ മരണപ്പെട്ടു പോയതിനു ശേഷം അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവിടെ നമുക്ക് കാര്യമായിട്ട് പ്രതിഫലമൊന്നും ഇല്ലാത്തൊരവസ്ഥ കാണുമ്പോൾ എവിടെ പോയി ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലം എന്ന് നോക്കുമ്പോഴായിരിക്കും അള്ളാഹു പറയുന്നത്, അതൊക്കെ ഞാൻ എടുത്ത് മറ്റുള്ള ആളുകൾക്ക് കൊടുത്തു. എന്തേ അങ്ങനെ കൊടുക്കാൻ കാരണം? നീ അവരെക്കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞു, അവരെക്കുറിച്ചൊക്കെ പല അപവാദങ്ങളും പറഞ്ഞു, പരദൂഷണം പറഞ്ഞു. ഉള്ളത് തന്നെയായിരിക്കും, അവരിൽ ഉള്ള പോരായ്മ തന്നെയായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ മറ്റുള്ള ആളുകളോട് നീ പറഞ്ഞു. അപ്പോൾ നീ ചെയ്ത ആ അമലുകളുടെ കൂലിയെടുത്ത് ഞാൻ അവർക്ക് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബാങ്കിൽ പൈസ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ATM മെഷീനിൽ പോയി നോക്കുമ്പോൾ നമ്മളതിൽ ATM കാർഡൊക്കെ ഇട്ടിട്ട് നോക്കുമ്പോൾ ബാലൻസ് ഒന്നുമില്ല, പൈസ ഒന്നുമില്ല. മാനേജറോട് പോയി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളുടെ പൈസയൊക്കെ എടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യന് വരാനുണ്ട് നാളെ പരലോകത്ത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത നമ്മുടെ സൽക്കർമ്മങ്ങളുടെ മുഴുവൻ ഫലവും എടുത്തിട്ട് അള്ളാഹു മറ്റുള്ള ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു മനുഷ്യൻ പാപ്പരായി പോവും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇവിടുന്ന് അധ്വാനിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂലിയൊന്നും അവന് കിട്ടൂല എന്നർത്ഥം. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. ഇനി ഒരു നല്ല ലക്ഷ്യത്തിനാണെങ്കിൽ പോലും ഇത്തരം പ്രചരണങ്ങൾ പാടില്ല. പല വർഷങ്ങളിലും നമ്മൾ കാണാറുണ്ട്, മക്കയിലുള്ള ഇമാം സ്വപ്നം കണ്ടു, അടുത്ത 2 വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഖിയാമത്ത് നാളാണ്, അതുകൊണ്ട് ഈ കിട്ടിയ വിവരം 14 ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് ഗുണം കിട്ടും. ഇത് കേട്ട് കുറേ ആളുകൾ നിസ്കരിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന് ഒരുപാട് ഗുണം കിട്ടി.
ഇത് അവഗണിച്ച് തള്ളി അവർക്ക് അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത്തരം വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശത്തിൽ ഒരുപക്ഷെ ഇത് പടച്ചുവിടുന്ന ആളുടെ ഉദ്ദേശം ഒരുപക്ഷെ ഇതൊക്കെ വായിച്ച് പേടിച്ചിട്ട് ആൾക്കാർ നന്നായിക്കോട്ടെ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അതൊരു നല്ല ഉദ്ദേശമാണെങ്കിലും അവരതിന് തിരഞ്ഞെടുത്ത മാർഗം തെറ്റാണ്. കളവ് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളത് പ്രചരിപ്പിക്കാൻ പാടില്ല. അതൊക്കെ തെറ്റായ വാർത്തകൾ ആളുകൾ പടച്ചുവിടുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗവും നന്നാവണം. നമ്മൾ ഏത് മാർഗത്തിലൂടെയാണ് ആ നല്ല ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്, ആ മാർഗവും നന്നായിരിക്കണം. അതിന് ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മൾ മറ്റൊരാളെക്കുറിച്ച് അയാളുടെ അഭാവത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അയാളത് കേൾക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടാവും. അയാളിപ്പോൾ നമ്മുടെ മുമ്പിലില്ല, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുക, മൂന്നാമത്തെ ഒരാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ മൂന്നാമത്തെ ആൾ, അവിടെ ഇല്ലാത്ത ആൾ, ആ സംസാരം കേട്ടാൽ അയാൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അദ്ദേഹം അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമാവില്ല എങ്കിൽ നമ്മൾ ആ സംസാരിക്കുന്നത് തെറ്റാണ്, നമുക്ക് കുറ്റം കിട്ടും. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാം, അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹു യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവൻ്റെ ധനം എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു, ഒരുമിച്ച് കൂട്ടുകയും എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ വിചാരിക്കുന്നു അവൻ്റെ ധനം അവനെ ശാശ്വതനാക്കുമെന്ന്. കയ്യിൽ പൈസ സമ്പാദിക്കുന്നതും അത് എണ്ണി കണക്കാക്കുന്നതും ഒന്നും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ചില ആളുകൾ അഹങ്കാരത്തോടു കൂടി എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് മറ്റുള്ള ആളുകളെ എന്തും പറയാം, ആരും എന്നെ എതിർക്കൂല, എതിർത്താൽ അതിന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേണ്ടത്ര കാശുണ്ട്, അതുകൊണ്ട് ആരും എനിക്കെതിരെ തിരിയൂല, അല്ലെങ്കിൽ ഞാൻ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ മുമ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരാരും എനിക്കെതിരെ തിരിയൂല. ഇങ്ങനെ സമ്പത്ത് കയ്യിലുണ്ട് എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ട് ചില ആളുകൾ മറ്റുള്ള ആളുകളെ എന്തും പറയുന്ന അവസ്ഥ ഉണ്ട്, അഹങ്കാരത്തോടു കൂടി. അത്തരം ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ആ ആളുകൾ ഇങ്ങനെ അവരുടെ പൈസ ഇങ്ങനെ എണ്ണി കണക്കാക്കുന്നു, അവരതിങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു, എണ്ണിക്കണക്കാക്കുന്നു. എന്നിട്ട് അവർ വിചാരിക്കുന്നു ഇതെന്നെ ശാശ്വതനാക്കും, എല്ലാ കാലത്തും ഞാൻ ജീവിക്കും എന്നുള്ള രൂപത്തിലാണ് ചില ആളുകളൊക്കെ കഴിച്ചു കൂട്ടുന്നത്. ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകേണ്ടവനാണ് ഞാൻ എന്നൊരു ചിന്തയൊന്നും അവരുടെ ജീവിതം കണ്ടാൽ തോന്നില്ല. കാലാകാലം ഇവിടെ ജീവിക്കും, അവരുടെ സമ്പത്ത് കൊണ്ട് അവരിങ്ങനെ വിചാരിക്കുകയാണ് എനിക്ക് ഒരുപാട് കാലം ഇനിയും ജീവിക്കാൻ പറ്റും. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ എൻ്റെ കയ്യിൽ വേണ്ടത്ര ക്യാഷുണ്ട്, മറ്റുള്ള ആളുകൾക്കൊന്നും ചിലവാക്കാൻ കഴിയാത്ത അത്രയും പൈസ എൻ്റെ കയ്യിലുണ്ട്. ഒരു അറ്റാക്ക് വന്നാൽ പോരെ, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ടെന്താ? അതുകൊണ്ട് നമ്മളുടെ ധനമൊന്നും ശാശ്വതമല്ല, നമ്മളെ ശാശ്വതനാക്കുകയുമില്ല. ഈ യഹ്സബു അന്ന മാലഹു അഖ്ലദ എന്നുള്ളതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അവൻ വിചാരിക്കുന്നു അവൻ്റെ ധനം അവനെ ശാശ്വതനാക്കുമെന്ന്. രണ്ടാമത്തെ അർത്ഥം, അവൻ വിചാരിക്കുന്നു അവൻ്റെ ധനം എല്ലാ കാലത്തും ശാശ്വതമായി നിലനിൽക്കുമെന്ന്. രണ്ടും തെറ്റാണ്. നമ്മുടെ ധനം കാലാകാലം നമ്മുടെ കയ്യിൽ ശാശ്വതമായി നിലനിൽക്കണമെന്നില്ല. അതേപോലെ അത് നമ്മളെ ഒരിക്കലും മരണമില്ലാത്തൊരു ജീവിതം നമുക്ക് നൽകുന്നുമില്ല. പക്ഷെ പല ആളുകളുടെയും ജീവിതം കണ്ടാൽ അങ്ങനെയാണ് തോന്നുക. അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്ന അവരെയാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, യഹ്സബു അന്നമാലഹു എന്ന് പറഞ്ഞപ്പോൾ യഹ്സബു അവൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. യഹ്സബു എന്നുള്ള പദം തെറ്റായ വിചാരണത്തിനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവൻ വിചാരിക്കുകയാണ് അവൻ്റെ ധനം അവനെ എന്നെന്നും നിലനിർത്തും, ഒരിക്കലും മരണമില്ലാത്തൊരു ജീവിതം നൽകും എന്ന് അവൻ വിചാരിക്കുന്നു. ആ വിചാരം തെറ്റാണല്ലോ. അതുകൊണ്ട് ആ യഹ്സബു എന്നുള്ള പദം ഒരു തെറ്റായ വിചാരത്തിനാണ് അവിടെയും വന്നത്. എന്നിട്ട് അള്ളാഹു പറയാം, കെല്ലാ ലയും പതന്ന ഫിൽ ഹുത്തമ. കാര്യം അങ്ങനെയല്ല, അവനെ ഹുത്തമയിൽ എറിയുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ, ഹുത്തമയിൽ അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞത്. ഹുത്തമയിലേക്ക് അവനെ ഇടുമെന്നല്ല, അവനെ എറിയുമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ആ ദേഷ്യമാണ് അവിടെ കാണിച്ചത്. എന്തെങ്കിലും ഒന്നിലേക്ക് അങ്ങ് ഇടുക എന്നുള്ളതിനേക്കാൾ അപ്പുറം വെറുപ്പോടു കൂടി, ദേഷ്യത്തോടു കൂടി വലിച്ചെറിയുന്നതിനാണ് ശരിക്കും ആ പദം ഉപയോഗിക്കുക. ലയും ബദന്ന, തീർച്ചയായും അവനെ ദേഷ്യത്തോടു കൂടി വെറുപ്പോടു കൂടി വലിച്ചെറിയുക തന്നെ ചെയ്യും. ഫിൽ ഹുത്തമ, ഹുത്തമയിൽ. എന്നിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് എന്താണ് ഹുത്തമ. വമാ അദ്റാക്കമൽ ഹുത്തമ, എന്താണ് ഹുത്തമ എന്ന് നിനക്ക് എന്തറിയാം, അത് നിനക്കറിയുമെന്നാണ്. അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്കറിയും അറിയൂല എന്നുള്ള മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുപോവാണ്. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ ചോദ്യം ചോദിക്കുന്നത്, എന്താണ് ഹുത്തമ എന്ന് നിനക്കറിയോ? എന്നിട്ട് അള്ളാഹു തന്നെ പറഞ്ഞു തരികയാണ്, നാറുല്ലാഹിൽ മൂക്കത, അത് കത്തിക്കപ്പെട്ട തീയാണ്, അള്ളാഹുവിൻ്റെ കത്തിക്കപ്പെട്ട തീയാണത് എന്ന് പറഞ്ഞാൽ നരകമാണ് എന്നർത്ഥം. ഈ ഹുത്തമ എന്ന് പറഞ്ഞാൽ അത് നരകത്തിൻ്റെ അടിയിലെ തട്ടാണ്, നരകത്തിൻ്റെ രണ്ടാമത്തെ തട്ടാണ് എന്നുള്ള രൂപത്തിലൊക്കെ അഭിപ്രായങ്ങളുമുണ്ട്. അല്ലത്തി തത്തലിയു അലൽ അഫ്ഇദ, ബോധമനസ്സിലേക്ക് എത്തി നോക്കുന്ന തരത്തിലുള്ള അത്തരം തീജ്വാലകളുള്ള നരകമാണത്, അങ്ങനെയുള്ള തീയാണത്. ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ
ഒരു മനുഷ്യൻ അവൻ്റെ ബോധ മനസ്സുകൊണ്ടാണല്ലോ മറ്റുള്ള ആളുകളെയൊക്കെ പരിഹസിച്ചത്, കളിയാക്കിയത്, അവരെ പരദൂഷണം പറഞ്ഞത്, അവരെ പറ്റി കളവ് പറഞ്ഞത്. ആ ബോധ മനസ്സിലേക്ക് തന്നെ ഈ തീ ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവന് ബോധം വരും, ഞാൻ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞല്ലോ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്ന ബോധം അവന് വരും. ആ ബോധ മനസ്സിലേക്ക് തീ ഇങ്ങനെ എത്തും. സാധാരണഗതിയിൽ വളരെ വലിയ ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ തീയൊക്കെ നമ്മളെ ഏതെങ്കിലും ഒരു ഭാഗം ശരീരത്തിൻ്റെ ഒരു ഭാഗമൊക്കെ കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ മനുഷ്യന് ബോധം പോവാം. ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗം കത്തുമ്പോൾ അയാൾ അറിയുന്നില്ലല്ലോ. അതേസമയത്ത് നരകത്തിലെ തീ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ആ ഒരു മനുഷ്യന് ബോധം നഷ്ടപ്പെടില്ല. ആ കത്തിത്തീരുന്നത് വരെയും അവന് ബോധം ഉണ്ടാവും. പിന്നെയും അള്ളാഹു തൊലി മാറ്റി മാറ്റി നൽകും, വീണ്ടും കത്തിക്കും. അപ്പോൾ അവന് ബോധം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ വേദന അവൻ ആസ്വദിക്കുക തന്നെ ചെയ്യും. അവൻ ആ ബോധം ഉണ്ടാവും, ബോധം അവന് നഷ്ടപ്പെടില്ല, അവനൊരു അബോധാവസ്ഥയിലേക്ക് പോവില്ല എന്നർത്ഥം. ശേഷം അള്ളാഹു പറയാണ്, ഇന്നഹ അലൈഹി മുസദ, അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടതാണ്, ഫി അമദിൻ മുമദ്ദദ, നീട്ടിയുണ്ടാക്കിയ തൂണുകളിൽ. ഇതിൻ്റെ കൃത്യമായ വിശദീകരണം നമുക്കറിയില്ല. കാരണം എന്താണോ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്, അത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനെ പഠനം നടത്തിയതിന് ശേഷം പണ്ഡിതന്മാർ ഇതിൻ്റെ ഒരു വിശദീകരണമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് നരകത്തിൻ്റെ വാതിലുകളുടെ മേൽ വെക്കുന്ന തൂണുകളായിരിക്കും എന്നുള്ള രൂപത്തിൽ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആളുകളെ, നരകത്തിലുള്ള ആളുകളെ വലിയ തൂണുകളുടെ മേൽ ബന്ധിപ്പിക്കും എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ആ നരകത്തിലുള്ള ആളുകളുടെ മേലുള്ള ചങ്ങലയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന തീജ്വാലകളെയാണ് അവിടെ ആ തൂണുകളായിട്ട് പറഞ്ഞത് എന്നുള്ള രൂപത്തിലൊക്കെ ഇതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ആലം. ഏതായാലും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ആ നരകം അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ടതായിരിക്കുമെന്നും നീട്ടിയുണ്ടാക്കിയ തൂണുകളിൽ ആയിരിക്കുമെന്നും, നീട്ടിയുണ്ടാക്കിയ തൂണുകളിൽ അവരെ ബന്ധിപ്പിക്കുകയാണോ അതല്ലെങ്കിൽ നരകം ആ നീട്ടിയുണ്ടാക്കിയ തൂണുകൾ കൊണ്ട് അടച്ചു വെക്കുകയാണോ എന്നൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല. ഏതായാലും ഇവിടെ ഈ ഒരു സൂറത്തിൽ 9 ആയത്തുകളിലൂടെ അള്ളാഹു നാളെ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയുടെ കാഠിന്യമാണ് ശരിക്കും പറഞ്ഞാൽ എടുത്തു കാണിക്കുന്നത്. അതും ആർക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റൊരാളുടെ അഭിമാനത്തിന് വില നൽകാതെ ജീവിക്കുന്ന ആളുകൾ. മറ്റുള്ള ഒരാൾക്ക് അവരുടെ സ്വത്തിനുമൊക്കെ വില, ശരീരത്തിനും സ്വത്തിനുമൊക്കെ വിലയുള്ളതുപോലെ അവരുടെ അഭിമാനത്തിന് വിലയുണ്ട്. മറ്റൊരാളുടെ അഭിമാനത്തിനൊരു കോട്ടവും തട്ടിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് യാതൊരു തരത്തിലും അവകാശമില്ല. അതുകൊണ്ട് മറ്റൊരാളുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം മതി ഒരു മനുഷ്യന് നരകത്തിൽ പോവാൻ. അതാണ് അള്ളാഹു ഈ ഒരു സൂറത്തിലൂടെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വൈലുൻ ലി, അവിടെ വൈലുൻ എന്നുള്ളിടത്ത് തൻവീന്, വൈലുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ലി കുല്ലി എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലാമ്. അപ്പോൾ ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നു. ലാമിൻ്റെയോ റാഇൻ്റെയോ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ ആ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. അതിനെ ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് പറയാം. അപ്പോൾ വൈലു എന്ന് പറഞ്ഞിട്ട് ഷദ്ദുള്ള ലാമ് പറഞ്ഞാൽ മതി. വൈലുല്ലി, വൈലുൻ ലി എന്ന് പറയാതെ വൈലുല്ലി, വൈലുല്ലി, വൈലുല്ലി കുല്ലി ഹുമസത്തിൻ ലുമസ. അവിടെയും വന്നു ഹുമസത്തിൻ എന്നുള്ളതിൽ അവസാനത്തിൽ തൻവീന് വന്നു. ശേഷം ലുമസ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ലാമാണ്. അപ്പോൾ ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നു. അവിടെയും എന്ത് ചെയ്യുക, ഹുമസത്തി എന്ന് പറഞ്ഞിട്ട് ഷദ്ദുള്ള ലാം പറയാം. അപ്പോൾ ഹുമസത്തിൽ ലുമസ, ഹുമസത്തിൽ ലുമസ, ഹുമസത്തിൻ എന്ന് തൻവീന് പറയരുത്, ഹുമസത്തി, അവിടെ കസറാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഹുമസത്തിൽ ലുമസ, ആ ലാമിന് ഷദ്ദോടു കൂടി പറയാം, ഹുമസത്തിൽ ലുമസ. ലുമസ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ത ആണ്, ഹാത്ത എന്ന് പറയാം അല്ലേ. അങ്ങനെയുള്ള ആ ഒരു തായിൽ ഒരു പാരായണം അവസാനിപ്പിക്കുമ്പോൾ അവിടെ സുക്കൂനുള്ള ഹ ആക്കിയിട്ടാണ് പറയേണ്ടത്. ലുമസത്ത് എന്നല്ല, ലുമസ, ഹ് എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. ലുമസ, ഹ ഇൻ്റെ മുകളിൽ സുക്കൂനിട്ടാൽ ഹ് എന്ന് പറയില്ലേ, അപ്പോൾ ലുമസ എന്നാണ് ഉച്ചാരണം കൊടുക്കേണ്ടത്. അടുത്ത ആയത്ത് അല്ലസീ ജമഅ മാലൻ, മാലൻ എന്നുള്ളിടത്ത് തൻവീന് വന്നു. വഅദ്ദദ, അതിൻ്റെ തുടക്കത്തിൽ വാവ്. അപ്പോൾ അവിടെ തൻവീനിന് ശേഷം വാവ് അല്ലെങ്കിൽ വാവിൻ്റെ മുമ്പ് തൻവീന് വന്നു. ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മാലം വ, മാലം വ, വഅദ്ദദഹു എന്നാണ്. ആ അവസാനത്തെ ഹു എന്നുള്ളതിന് സുക്കൂനിട്ടിട്ട് നിർത്തുമ്പോൾ വഅദ്ദദ, വഅദ്ദദ, സുക്കൂനുള്ള ഹ ആണ്, അല്ലാതെ വഅദ്ദദഹു എന്ന് പറഞ്ഞിട്ടല്ല നിർത്തേണ്ടത്. അടുത്ത ആയത്ത് യഹ്സബു അന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക, മാലഹു. അവിടെ ശ്രദ്ധിക്കണം, മാലഹു എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു. എന്താണ് ഈ ഹ ഉലമീർ എന്ന് പറഞ്ഞാൽ? അവൻ്റെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോനൗൺ അല്ലെങ്കിൽ സർവ്വനാമമായിട്ട് ഉപയോഗിക്കുന്ന ഹ, അതാണ് ഹു എന്നുള്ളത് ഇവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹ ഉലമീർ വന്നാൽ
അതിനെ നീട്ടണോ നീട്ടണ്ടേ തീരുമാനിക്കുന്നത് അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹു എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് ലാമാണ്, അതിന് ഫത്തഹുണ്ട്, ഹർക്കത്തുണ്ട്. ശേഷം വരുന്നത് അഹ്ലദ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ അവിടെയും ഹർക്കത്തുണ്ട്, ഒരു അക്ഷരമുണ്ട്, അതിന് ഹർക്കത്തുണ്ട്. അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടെങ്കിൽ അതിനെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണമെന്നാണ് പൊതുവെ പറയാം. എന്നാൽ ഈ ഹാ ഉൽ അമീറിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണെങ്കിൽ അവിടെ നമുക്ക് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ അവിടെ ഹംസ അല്ലാത്ത മറ്റേതെങ്കിലും അക്ഷരം വന്നിട്ടാണ് അവിടെ നീട്ടുന്നതെങ്കിൽ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ പാടുള്ളൂ. അതിനെ മദ്ദു സിലത്തു സുഗ്റ എന്ന് പറയും. എന്നാൽ ഹംസ വന്നിട്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ്, ഇവിടെ ഹംസയാണ് വന്നത്. ഹ ഉൽ അമീറിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട്, ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട് എന്ന് മാത്രമല്ല ഹംസയും കൂടിയാണ്. അപ്പോൾ അതിനെ മദ്ദു സിലത്തിൽ കുബ്ര 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള തരത്തിലുള്ള മദ്ദാണ് അവിടെ. അതിനെ സൂചിപ്പിക്കാനാണ് ആ ഒരു ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന മദ്ദിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളം അവിടെ മുകളിൽ ഇട്ടിട്ടുള്ളത്. അഹ്ലദഹു, അഹ്ലദഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ആ ഹു എന്നുള്ളതിന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക, അഹ്ലദ അഹ്ലദ. അടുത്ത കാര്യത്തിൽ കെല്ല, കെല്ല എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു സുലി കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. ലയുംബദന്ന, അവിടെ ലയുംബദന്ന എന്ന് പറയുമ്പോൾ യുംബദ ബാഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സുക്കൂണിലെ നൂനിനെ മീമാക്കിയിട്ട്, സുക്കൂണിലെ മീമാക്കിയിട്ട് ഉച്ചരിക്കണം. അപ്പോൾ യുൻ എന്നല്ല യും, യും. സാവകാശം മീമിലേക്ക് പോവുക, പെട്ടെന്ന് ചുണ്ട് കൂട്ടാതെ സാവകാശം ചുണ്ടുകൾ കൂട്ടുക. യുംബദന്ന മണിക്കുകയും വേണം. അപ്പോൾ യുംബദന്ന ആ നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഫിൽ ഹുത്തമത്തി, അവിടെ പാരായണം അവസാനിക്കുമ്പോൾ ഹുത്തമ സുക്കൂനുള്ള ഹ ആക്കിയിട്ടാണ് നിർത്തേണ്ടത്, അല്ലാതെ ഹുത്തമത്ത് എന്നല്ല, ഹുത്തമ ഹ് എന്നുള്ള രൂപത്തിലാണ് പാരായണം അവസാനിപ്പിക്കേണ്ടത്. വമാ അദ്റാക്ക, വമാ എന്ന് പറയുമ്പോൾ മാ എന്നുള്ളിടത്തൊരു ദൈർഘ്യം, ഒരു മദ്ദ് വന്നു. പിന്നെ വന്നത് ഹംസയാണ്, അദ്റാക്ക എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. മാ എന്നുള്ളത് വേറെ പദം, അദ്റാക്ക വേറെ പദം. അപ്പോൾ അങ്ങനെ മദ്ദും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ വന്നാൽ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അതിനെ മദ് മുൻഫസിൽ എന്നാണ് പറയാം. അപ്പോൾ വമാ അദ്റാക്ക, അദ്റാക്ക എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന് വന്നു. കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. അദ്റാക്ക, ദ് എന്നുള്ളത് വെളിവായി കേൾക്കണം. ഖുത്തുബുജദ്, ഖാഫ് താ ബാ ജീമ് ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും കുറച്ച് വെളിവാക്കി പറയണം. അപ്പോൾ അദ്റാക്ക, ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അദ്റാക്ക. മൽ ഹുത്തമത്തു, അവിടെ അവസാനത്തിൽ ഹുത്തമ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് നിർത്തുക. നാറുല്ലാഹിൽ മൂഖദത്തു, അവിടെയും അവസാനത്തിൽ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് നിർത്തുക, മൂഖദ എന്നുള്ള രൂപത്തിൽ. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, അഫ്ഇദത്തി എന്നാണ്, അഫ്ഇദ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് നിർത്തുക. ഇന്ന ഹനൂനിൻ്റെ ശബ്ദം മണിക്കുക. അലൈഹിമ്മു, അലൈഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമുണ്ട്. മുസദ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമുണ്ട്. ഹറക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ രണ്ടിനെയും കൂടെ ചേർത്ത് ഷദ്ദുള്ള മീമാക്കിയിട്ട് മണിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരിക്കും അതിനെ ഇദ്ഗാം മുത്തമാസിലൈനി എന്നാണ് പറയുക. ഒരേ പദങ്ങൾ, ഒരേ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ 2 അക്ഷരത്തിനെയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഷദ്ദുള്ള രൂപത്തിൽ പറയാം. അതാണ് ഇദ്ഗാം മുത്തമാസിലൈനി. അപ്പോൾ ഇവിടെ അലൈഹിമ്മു, അലൈഹിമ്മു, അലൈഹിമ്മു സ്വദ, മുസദത്തുൻ എന്നാണ്. പക്ഷേ മുസദ സുക്കൂനുള്ള ഹ ആക്കിയിട്ടാണ് നിർത്തേണ്ടത്. ഫി അമദിൻ, അമദിൻ എന്നുള്ളത് തൻവീന് വന്നു, ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. 4 അക്ഷരങ്ങൾക്ക് മുമ്പ് തൻവീനോ സുക്കൂനിലെ നൂനോ വന്നാലാണ് ഈ നിയമം. അത് ഓർക്കാൻ നൗമി എന്നോർത്താൽ മതി. നൂന്, വാവ്, മീമ്, യാ. ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനിലെ നൂനോ വന്നാൽ ആ തൻവീനിനെ അല്ലെങ്കിൽ സുക്കൂനിലെ നൂനിനെ ആ അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. അപ്പോൾ ഇവിടെ അമദിമ്മു, അമദിമ്മു. മുമദ്ദദ, അവിടെ അവസാനത്തിൽ സുക്കൂനുള്ള ഹ ആക്കിയിട്ട് നിർത്തുക, മുമദ്ദദ എന്നുള്ള രൂപത്തിൽ. നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة
التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുല്ലി ഹുമസ എന്നെടുക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ആ ലീ വന്നതുകൊണ്ടാണ് കുല്ലി എന്നായത്. ലീ ഇല്ലെങ്കിൽ കുല്ലു എന്നാണ് ആവുക. അപ്പോൾ കുല്ലു ഹുമസ എന്നുള്ള ആ ഒരു ഭാഗം എടുത്താൽ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തു. കുല്ലു എന്നുള്ളത് ഒരു ഇസ്മാണ്, ഹുമസ മറ്റൊരു ഇസ്മാണ്. അപ്പോൾ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തു. വീടിൻ്റെ വാതിൽ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുദാഫിൻ ഇലൈഹി എന്നാണ് പറയാം. കുട്ടിയുടെ പേന, കുട്ടിയുടെ പേന എന്ന് പറയുമ്പോൾ ആ പേനയെ കുട്ടിയിലേക്കാണ് ചേർത്തത്. അപ്പോൾ ഖലമുൽ വലദി, ആ വലത് എന്നുള്ളതിന് കസ്ർ കൊടുക്കും അല്ലെങ്കിൽ ജെറ് കൊടുക്കും. ബാബുൽ ബൈത്തി, വീടിൻ്റെ വാതിൽ, അപ്പോൾ ആ ബൈത്ത് എന്നുള്ളതിന് കസ്ർ കൊടുക്കും. കസ്ർ കൊടുക്കുക എന്നല്ല ശരിക്കും പറയേണ്ടത്, ജെറ് കൊടുക്കുക എന്നാണ് പറയേണ്ടത്. ജെറിൻ്റെ ഒരു അടയാളമാണ് കസ്ർ. അപ്പോൾ ഇവിടെ കുല്ലു ഹുമസത്തിൻ, എന്തുകൊണ്ട് ഹുമസത്തിൻ എന്ന് ഉപയോഗിച്ചു? കാരണം കുല്ലു എന്നുള്ള ഇസ്മിനെ ഹുമസ എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ ഹുമസ എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്, അതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് ഹുമസത്തിൻ എന്നെഴുതിയത്. ഇനി എന്തുകൊണ്ട് കുല്ലു എന്നെഴുതാതെ കുല്ലി എന്നെഴുതി? അതിൻ്റെ മുമ്പിൽ ലീ എന്നുള്ള ഹർഫ് ജെറ് വന്നതുകൊണ്ടാണ് ലി കുല്ലി എന്നെഴുതിയത്. ഇനി ഹുമസ എന്നുള്ളതിൻ്റെ ബദലായിക്കൊണ്ട് വന്ന പദമാണ് ലുമസ. അതായത് ഒരു പദത്തെ നമുക്ക് കുറച്ചും കൂടെ വിശദീകരിക്കാൻ മറ്റൊരു പദം ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനെ ബദൽ എന്നാണ് പറയുക. ഇവിടെ ഹുമസ എന്നുള്ളതിൻ്റെ ബദലായി വന്ന പദമാണ് ലുമസ. അങ്ങനെ വരുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അപ്പോൾ ഹുമസത്തിൻ എന്നെഴുതിയ പോലെ തന്നെ ലുമസയും എഴുതും, ലുമസത്തിൻ, രണ്ടും ഒരേപോലെ തന്നെ എഴുതും. അടുത്ത ആയത്ത് അല്ലസീ ജമഅ മാലൻ വഅദദ, ജമഅ ഒരുമിച്ച് കൂട്ടി. എന്താണ് ഒരുമിച്ച് കൂട്ടിയത്? മാലൻ. അപ്പോൾ എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്നതിനെയാണ് മഫ്ഊലും ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്ന് പറയാം. അപ്പോൾ ഇവിടെ മാലൻ അത് മഫ്ഊലും ബിഹിയാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. നെസ്ബിൻ്റെ അടയാളം സാധാരണഗതിയിൽ ഫത്തഹ കൊണ്ടോ ഫത്തഹ തൻവീൻ ഉണ്ടോ, അതുകൊണ്ടാണ് മാലൻ ഫത്തഹ തൻവീൻ ഇട്ട് എഴുതിയത്. ഇനി വഅദ്ദദഹു, ഈ ജമാ എന്നുള്ളതിലേക്ക് മഅത്തൂഫ് ചേർത്തതാണ് അദ്ദദ എന്നുള്ളത്. ഒരുമിച്ച് കൂട്ടുകയും എണ്ണിത്തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവ രണ്ട് കാര്യങ്ങൾ ചെയ്തത് പറഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്ത ജമാ എന്നുള്ളതിലേക്ക് ചേർത്തു ഈ എണ്ണുക എന്നുള്ളതിനെ. അതുകൊണ്ട് അദ്ദദ എന്നുള്ളതിനെ മഅത്തൂഫ് ചെയ്യപ്പെട്ടത്, ജമായിലേക്ക് മഅത്തൂഫ് ചെയ്യപ്പെട്ടത് എന്ന് പറയാം. യഹ്സബു അന്ന മാലഹു, അന്ന ഇന്ന എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന അത് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ ഇസ്മിന് നമ്മൾ അന്നയുടെ ഇന്നയുടെ ഇസ്മ എന്ന് പറയും. അതിൻ്റെ ഒരു വിവരണമായി കൊണ്ടുവരുന്നതിനെ അന്നയുടെ അല്ലെങ്കിൽ ഇന്നയുടെ ഖബർ എന്ന് പറയും. ഈ അന്നയുടെയൊക്കെ ഇസ്മിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും, അന്നയുടെ ഖബറിന് ഇറാബ് റഫ് ആയിരിക്കും. ഇപ്പോൾ അന്ന മാല എന്നാണ് പറയാം, അന്ന മാലു എന്ന് പറയില്ല. അന്നയ്ക്ക് ശേഷം അന്നയുടെ ഇസ്മായിട്ട് ഇവിടെ മാല് എന്നാണ് വന്നത്. അപ്പോൾ മാല അവസാനത്തിൽ ഫത്ത ഇടാനുള്ള കാരണം അതിന് നെസ്ബ് കൊടുക്കണം, കാരണം അന്നയുടെ ഇസ്മായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ, അപ്പോൾ ഇന്നയുടെ ഇസ്മായിട്ട് അള്ളാഹു എന്ന് വന്നപ്പോൾ ഇന്നല്ലാഹ. അതേപോലെ അന്ന വന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ അന്ന മാല, അന്ന മാലഹു അഹ്ലദഹു കല്ല ലയും ബദന്ന ഫിൽ ഹുത്തമ. ലയും ബദന്ന എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചല്ലോ, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. വമാ അദ്റാക മൽ ഹുത്തമ നാറുല്ലാഹി. നാറുല്ലാഹി എന്ന് പറയുമ്പോൾ നാറ് എന്നുള്ള ഇസ്മിനെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം മുദാഫിൻ ഇലൈഹിയാണ്, അതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് അള്ളാഹി എന്ന് എഴുതിയത്, നാറുല്ലാഹി. അപ്പോൾ നാർ എന്നുള്ളതിനെ മുദാഫ് എന്ന് പറയും, അള്ളാഹു അല്ലെങ്കിൽ ആ അള്ളാഹി എന്നുള്ള പദത്തെ മുദാഫിൻ ഇലൈഹി എന്ന് പറയും. അൽ മൂഖദ, അത് നാർ എന്നുള്ളതിൻ്റെ വിശേഷണമാണ്, സിഫത്താണ് അല്ലെങ്കിൽ നാത്താണ്. ഒരു സിഫത്ത് എഴുതുമ്പോൾ അതിന് ഏതിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ അതേ രൂപഘടന കിട്ടണം. ഇപ്പം നാർ എന്നുള്ളത് സ്ത്രീലിംഗാണ്, അതുകൊണ്ട് മൂഖദത്ത് അവസാനത്തിൽ ഹാത്തിട്ട് തന്നെ എഴുതണം, കാരണം അതിനെ സ്ത്രീലിംഗാക്കണം. നാറിനെ വിശേഷിപ്പിക്കുന്ന പദമായതുകൊണ്ട്, നാർ സ്ത്രീലിംഗം ആയതുകൊണ്ട് മൂഖദത്ത് എന്നുള്ളതും സ്ത്രീലിംഗം തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് അവസാനത്തിൽ മൂഖദത്ത് അവസാനത്തിലൊരു താ ഇട്ടത്, ഹാത്തിട്ടത് സ്ത്രീലിംഗാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലത്തീ തത്തലിയു, ഇനി അതേ നാറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീലിംഗമായിട്ടുള്ള നാറിനെ കുറിച്ച് പറയുമ്പോൾ അല്ലസീ പറ്റൂല, അല്ലത്തീ സ്ത്രീലിംഗ രൂപം വേണം. തത്തലിയു, എത്തലിയു ഉപയോഗിക്കാതെ തത്തലിയു എന്നുള്ള സ്ത്രീലിംഗം ഉപയോഗിച്ചു. അപ്പോൾ ആ നാറിനെ കുറിച്ച് പറയാതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹുത്തമയെക്കുറിച്ച് പറയാമെന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അലൽ അഫ് ഇത, അല ഇല എന്നൊക്കെ പറഞ്ഞാൽ ഫി എന്നൊക്കെ ഉള്ളത് ഹർഫ് ജറാണ്. അലക്ക് ശേഷം വരുന്ന ഇസ്മിന് ജെറ് കിട്ടും. അപ്പോൾ അലൽ അഫ് ഇദത്തി, അലൽ അഫ് ഇദത്തു എന്ന് പറയില്ല, അലൽ അഫ് ഇദത്തി. അലക്ക് ശേഷം വരുന്ന ഇസ്മിന് ജെറ് കിട്ടും, അതുകൊണ്ടാണ് അവസാനത്തിൽ കെസ്റിട്ടത്. ഇന്നഹ അലൈഹി മുസദ, ഇന്നയുടെ ഇസ്മായിട്ട് വന്നത് ഹ എന്നാണ്. പക്ഷേ ഇവിടെ ഹ എന്നുള്ളതിന് നെസ്ബ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അവിടെ ആ ഫത്തഹ് നെസ്ബ് കാരണം കൊടുത്തൊന്നുമല്ല, ഹ എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി അതിൻ്റെ ഖബറായിട്ട് വന്നത് മുസദ എന്നാണ്, അതുകൊണ്ടാണ് മുസദത്തുൻ അവസാനത്തിൽ റഫ് ഇട്ടത്. ആ ഒരു ഇന്നയുടെ ഖബറായിട്ട് വന്നതാണ്. ഇന്നയുടെ ഖബറിന് എപ്പോഴും റഫ് ആയിരിക്കും.
അവസാനത്തെ ആയത്തിൽ ഫി അമദിൻ മുമദ്ദദ. ഫി എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ട് ഫി അമദിൻ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇട്ടത് ഫി വന്നതുകൊണ്ടാണ്. ഫി ഇല്ലെങ്കിൽ അമദുൻ എന്നാ പറയാം. അപ്പോൾ ഫി അമദിൻ. ഇനി അമദ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുമദ്ദദ. അതുകൊണ്ട് അമദ് എന്നുള്ളതിൻ്റെ അതേ രൂപം മുമദ്ദദക്കും കിട്ടണം. അമദ് എന്നുള്ളത് സ്ത്രീലിംഗാണ്. കുറേ തൂണുകൾ എന്ന് പറയുമ്പോൾ ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപം സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അമദ് എന്നുള്ളത് സ്ത്രീലിംഗാണ്. അതുകൊണ്ട് മുമദ്ദദ എന്നുള്ള സ്ത്രീലിംഗ രൂപത്തിൽ എഴുതുമ്പോൾ അവസാനത്തിൽ ഒരു ഹാത്ത കൊടുത്തിട്ട് സ്ത്രീലിംഗാക്കി. മുമദ്ദദത്ത് എന്നുള്ള രൂപത്തിൽ അവസാനത്തിൽ ആ ഹാത്ത കൊടുക്കാനുള്ള കാരണം, സ്ത്രീലിംഗാക്കാനുള്ള കാരണം അമദ് എന്നുള്ള സ്ത്രീലിംഗ പദത്തെ വിശേഷിപ്പിക്കുന്ന പദമായതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.